ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തലേന്നാ രാത്രിയിൽ ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ ഒരു വീഡിയോ ആണ്. ഞാനാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് സവാള വെട്ടിയിട്ടിട്ടുണ്ട്, പച്ചമുളകും വെട്ടിയിട്ടിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി, വാടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് മാക്സിമം അമർത്തുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. എല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കണേ. തക്കാളി വെട്ടിയത് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു ചമ്മന്തിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് ചെറിയതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് തികയൂല. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം ശബ്ദം നന്നായിട്ട് പുറത്തുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ചിക്കനും കൂടി ഇട്ട് കൊടുക്കും. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കും. അപ്പോൾ ഇപ്പം ഇളക്കുന്നത് എൻ്റെ നാത്തൂനാണ് കേട്ടോ. എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും. അപ്പം നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിയിലേക്കാണ് രാത്രിയിൽ ചിക്കൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ അതും കൂട്ടി ഞാൻ കഴിച്ചിട്ടുണ്ട്, ചപ്പാത്തിയും ചിക്കനും. എന്നിട്ട് പിറ്റത്തെ ദിവസം ആണ് കേട്ടോ ഇതാ എൻ്റെ നാത്തൂന് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ സിലോപ്പി മീനുകളൊന്നും ഞാൻ നന്നാക്കൂല കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നാത്തൂൻ തന്നെയാണ് അതൊക്കെ നന്നാക്കി എടുക്കുന്നത്. അപ്പോൾ നോക്കിയേ, പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കണ്ടോ. 10-14 ആളുണ്ട്. അതിലിപ്പോൾ കുറച്ചായേ ഉള്ളൂ. കൗതുകം തോന്നിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ വീഡിയോ. അവരെൻ്റെ ക്യാമറ കണ്ടപ്പോൾ ബാക്കിലേക്ക് പോവുക കണ്ട. 2 ആളും ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ട് നോക്കണം. അതിനുശേഷം ഞാൻ ടാങ്കിലെ വെള്ളം തീർന്നു. അപ്പോൾ മോട്ടർ ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് വീട് പണി മുഴുവൻ കഴിഞ്ഞിട്ട് ഇട്ടുതരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ പോകണം വെള്ളം അടിക്കാൻ. അതും മോട്ടർ അടിക്കുന്ന KSEBക്കാർ തന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു ഇത് വെടിച്ചിട്ടുണ്ട്. അതിൽ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ കിണർ. കിണറ്റിലിപ്പോൾ വെള്ളം കുറച്ച് ദിവസം മഴ പെയ്യാത്തതുകൊണ്ട് വെള്ളം താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. അത് പോയിട്ട് സ്വിച്ച് ഇടണം, ഓണാക്കണം. ഇനി വീട് പണി മൊത്തം തീർന്നിട്ട് വേണം വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ. അപ്പോൾ തിരിച്ച് വരികയാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ മണലാണ് കേട്ടോ. മണൽ അരിച്ചതിൻ്റെ ശേഷം അതിൻ്റെ ആ തരി ഉണ്ടാവില്ല, അതെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് പിന്നീട് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ എൻ്റെ നാത്തൂനുണ്ടാക്കിയ കുറച്ച് അനുഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പേരക്കയുണ്ട്. ഇതൊക്കെ ചെറിയ നാത്തൂൻ്റെ പരിപാടികളാണ് കേട്ടോ. പിന്നെ പേരക്കത്തൈ, മന്ദാരം ഒക്കെ തന്നെയാണ്. പിന്നെ ഈ പുല്ല് പോലെ ഇരിക്കുന്ന ഈ സാധനം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് ഉങ്ങാണ് ഈ മരം. തണൽമരമാണല്ലോ. അതിന് എന്തോ ഒരു
പേര് പറയും ഈ പുല്ല് പോലത്തെ സാധനത്തിന്. അതെന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും പോലെ അറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ മന്ദാരത്തിൻ്റെ തൈയുണ്ട്. അതിനുള്ളിലുള്ളത് പൂവേണോ അതോ മഞ്ഞളാണോ എന്നുള്ളത് കൊടുത്തല്ല. അങ്ങനത്തെ ഒന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ചെറിയൊരു മൂച്ചിത്തൈ ഉണ്ട്. പ്ലാവുണ്ട് അതിൻ്റെ ഉള്ളിൽ, പ്ലാവും തൈ. പിന്നെ ബട്ടർ ഉണ്ട് കേട്ടോ. ബട്ടറിൻ്റെ ചെറിയൊരു തൈയാണ്. അത് കൂടാണ്ട് ഈനാമ്പഴത്തിൻ്റെ തൈയാണ് കേട്ടോ. അത് ഇവിടെ ഈനാമ്പഴം എന്നാണ് പറയുക. പിന്നെ അതൊരു കഴുങ്ങും തൈ ഉണ്ട്. കഴുങ്ങ് എൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അടക്കമൊക്കെ പെറുക്കിയിട്ട് വിൽക്കുമായിരുന്നു. വലിയ കഴുങ്ങ് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. പിന്നെ അതാ കറിവേപ്പില. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.